കൊച്ചിയിൽ പ്രമുഖ താരം തട്ടിക്കൊണ്ടുപോയി നേരിടേണ്ടി വന്നത് ക്രൂര പീഡനങ്ങൾ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ്. സ്ത്രീക്ക് എവിടെയും സുരക്ഷിതത്വമില്ലേ? സിനിമാ മേഖലയിലും താരങ്ങൾക്ക് പോലും എന്തുകൊണ്ട് ഇത്തരം വൈകൃതങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നു? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ താരങ്ങൾ ശ്രീമതി KPSC ലളിത, ഡോക്ടർ ഡോക്ടർ താര കല്യാൺ എന്നിവർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി ശ്രീ സുരേഷ് കുമാർ, ഫെഫ്കയുടെ പ്രതിനിധിയായി ശ്രീ B ഉണ്ണികൃഷ്ണൻ, ഒപ്പം യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീമതി ചിന്ത ജെറോമും പ്രമുഖ നടി TT ഉഷയും. കൊച്ചിയിൽ കാറിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട നടിക്ക് നേരിടേണ്ടി വന്ന ക്രൂര പീഡനത്തിൽ കേസ് ചാർജ് ചെയ്ത് അന്വേഷണം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. 7 പേരാണ് പ്രതികൾ. 4 പേരെ തിരിച്ചറിഞ്ഞു. ഒരു പ്രതി ഇന്ന് തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർ ഉടൻ പിടിയിലാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഈ സന്ദർഭത്തിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളോടും നമ്മൾ ഈ കൊച്ചിയിലെ സംഭവത്തിൽ ഇരയായ താരത്തിൻ്റെ പേര് ഈ ചർച്ചയിൽ ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീ G സുരേഷ് കുമാർ, ഈ കാര്യം നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് സ്ത്രീകൾക്ക് പലയിടത്തു നിന്നും പീഡനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ സിനിമാ രംഗത്ത് ഒരു പ്രമുഖ താരത്തിന് ഈ രീതിയിലുള്ള വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടാകുന്നൊരു ഘട്ടം ഉണ്ടാകുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആ രംഗത്തെ പ്രശ്നങ്ങളിൽ നിന്നല്ലേ തുടങ്ങേണ്ടത്? പൊതുവെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് സർക്കാരും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതാത് രംഗത്തുള്ള പീഡനങ്ങൾ അവിടെ തന്നെ സുരക്ഷ ഒരുക്കി സ്ത്രീക്ക് വേണ്ട പരിരക്ഷ ഒരുക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയല്ലേ ഇത്? സിനിമാ രംഗത്ത് താരങ്ങൾക്ക്, സ്ത്രീകൾക്ക് എത്രമാത്രം സുരക്ഷിതത്വം ഉണ്ട്? സത്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണിത്. സിനിമയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നടക്കുന്നത്. അതായത് ഇതുപോലൊരു ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളൊക്കെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് 5 കൊല്ലം മുമ്പ്, അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ അത് പോലീസ് അന്വേഷിച്ചില്ല. ഞാനതിന് പരാതി കൊടുത്തതുമാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലൊരു പ്രശ്നമുണ്ടായി. അപ്പം അത് ഞാൻ എന്നിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇന്നേ വരെ അതിൻ്റെ ഒരു മറുപടി പോലും കിട്ടിയില്ല. അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതെന്തായിരുന്നു ആ സംഭവം? ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ കാർ വന്നിട്ട് കാറിന് പകരം ഒരു ടെമ്പോ ട്രാവലർ വന്നു. ടെമ്പോ ട്രാവലറിൽ ഷൂട്ടിങ്ങിന് പോയതാണ് എറണാകുളത്ത് 5 കൊല്ലം മുമ്പ് ഒരു പടത്തിൻ്റെ. അപ്പം ആ ടെമ്പോ ട്രാവലറിൽ കയറി ഹോട്ടലിൽ റമഡ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് അവർ ലേക്ക് ഷോറിൽ ഒരാളെ ഇറക്കാനുണ്ടായിരുന്നു. നമ്മുടെ കൂടെ വന്ന തിരുവനന്തപുരത്ത് നിന്ന് വന്ന എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ ഇറക്കാനുണ്ടായിരുന്നുകൊണ്ട് ലേക്ക് ഷോർ കഴിഞ്ഞ് വേണം റമഡ ഇന്നിൽ പോകാൻ. അപ്പോൾ റമഡ ഇന്നിൽ എത്തുന്നതിന് മുമ്പ് ഇത് ലേക്ക് ഷോർ കഴിഞ്ഞ് വീണ്ടും കറങ്ങുകയാണ്. 2-3 പ്രാവശ്യം കറങ്ങിയപ്പോൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഫോണിലിങ്ങനെ വിളിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ജോണി സാഗര എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറെ വിളിച്ച് ഞാനത് പറയുകയും ചെയ്തു. അപ്പോൾ ജോണി പറഞ്ഞ് ഞാൻ പുറകെ പോകാമെന്ന് പറഞ്ഞ് ജോണി വണ്ടി എടുത്ത് പുറകെ ചെന്ന്. അപ്പോൾ ഇയാൾ 2 പ്രാവശ്യം ഇത് കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ജോണി പുറകെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ കറങ്ങിയപ്പം ഇവർ സംസാരിച്ചു. വൈഫ് അയാളുടെ അടുത്ത് എന്താണ് ഇങ്ങനെ കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ പിന്നെ വീണ്ടും കൊണ്ട് റമഡ ഇന്നിൽ കൊണ്ട് വിടുകയായിരുന്നു. അപ്പം പിന്നാണ് അറിഞ്ഞത് റമഡ ഇന്നിൽ റൂമും ഇല്ലായിരുന്നു. പിന്നെ ജോണി സാഗരിക എൻ്റെ വൈഫിനെ പിക്ക് ചെയ്ത് തിരിച്ച് BTHൽ കൊണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ അകത്ത് രാവിലെ ജോണി സാഗരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആളാണ് അന്ന് ആ വണ്ടി ഓടിച്ചിരുന്നത്, ഇന്ന് കിട്ടാനുള്ള പ്രതി. അപ്പോൾ അവർ അത് എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനുമായിട്ട് ഫോണിൽ നിരന്തരം സംസാരിച്ചിരുന്നതുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അന്ന് ഈ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോയി. എന്നിട്ട് കൂടെ ഞാനും ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ പോയി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇന്നേ വരെ ഈ 5 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇതാണെന്നും പറഞ്ഞിട്ടൊരു കംപ്ലയിൻറ്റിൻ്റെ ഒരു കാര്യം പോലും കിട്ടിയില്ല എന്ന് പറയുന്നത്. അതായത് വരാം ശ്രീ സുരേഷ് കുമാർ. ഈ ഘട്ടത്തിൽ ശ്രീ B ഉണ്ണികൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ സുരേഷ് കുമാർ സിനിമയിലെ ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പരമോന്നത പീഠത്തിലിരിക്കുന്ന ആളാണ്. അതുപോലെ സിനിമയുമായി വലിയ ബന്ധമുള്ള ആൾ.
അദ്ദേഹത്തിന്റെ ഭാര്യ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടി മേനകയ്ക്കുണ്ടായ ദുരനുഭവം 5 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് ഇപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞത്. അതിലെ ഡ്രൈവറും ഇതിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പിടികിട്ടാനുള്ള പൾസർ സുനിയാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കെ എങ്ങനെയാണ് ഈ പൾസർ സുനിയെ പോലുള്ളവർ മലയാള സിനിമയിൽ ഇപ്പോഴും വണ്ടി ഓടിച്ചു നടക്കുന്നത്? അതെങ്ങനെയാണ് ഓടിച്ചു നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഒറ്റയ്ക്ക് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾക്ക്, അതായത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്ക് ഒരു ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട്. ഈ പറയുന്ന ആളുകൾ ആരും ആ യൂണിയനിലെ മെമ്പർമാരല്ല. അപ്പൊ ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇത്തരം കാര്യങ്ങളല്ല, ചെറിയൊരു അവമര്യാദ പോലും ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ ഒഴിവാക്കുകയോ വേണ്ട ശിക്ഷണ നടപടികൾ കൊടുത്ത് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ ചില സന്ദർഭങ്ങളിൽ യാദൃച്ഛികമായോ അല്ലാതെയോ ഒരു പക്ഷേ വെളിയിലുള്ള ആളുകളെ ഈ പ്രൊഡക്ഷനുമായിട്ട് സഹകരിപ്പിക്കാൻ നിർമ്മാതാവ് നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡോ വേണ്ടത്ര രീതിയിൽ അവരുടെ ഒരു തൊഴിൽ പരിചയമോ ഒന്നും നിർമ്മാതാവിനോ അതിനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ അറിയാൻ വഴിയില്ല. മറിച്ച് പ്രൊഡക്ഷനിൽ സ്ഥിരമായി ഓടുന്ന ഡ്രൈവർമാരാണെങ്കിൽ അവരെ എല്ലാവർക്കും അറിയാം, പേരെടുത്തറിയാം, ഐഡന്റിറ്റി ഉള്ളവരാണ്, അതിന്റെ കാർഡും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അവരെ എംപ്ലോയ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ പറയുന്ന വിഷയത്തിൽ പൾസർ സുനി എന്ന് പറയുന്ന ആളാണല്ലോ ഒന്നാം പ്രതി. ഇദ്ദേഹം 5 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ കേസിൽ പോലീസിന്റെ പരാതിയിലുള്ള ആളാണ്, ശ്രീ സുരേഷ് കുമാറിന്റെ പരാതിയിലുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ സ്ഥിരമായി സിനിമാ രംഗത്ത് പ്രൊഡ്യൂസർമാരുടെ താല്പര്യത്തോടു കൂടിയാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ, ഈ 7 പേർ സിനിമയുമായി ബന്ധപ്പെട്ടവരാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നതനുസരിച്ച്, ഇങ്ങനെയുള്ളവരാണ്, ക്രിമിനലുകളാണ് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇത് ആരുടെ കുഴപ്പമാണ്? ചുമ്മാ ലാൽ ഇങ്ങനെ ചുമ്മാ സാമാന്യവൽക്കരിക്കരുത്. സിനിമയായിട്ട് ബന്ധപ്പെട്ടവർ മുഴുവൻ ക്രിമിനലുകളാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഈ പൾസർ സുനി എന്ന് പറയുന്ന ആള് ഇന്ന് ഈ കേസിന്റെ ഒരു പശ്ചാത്തലത്തിൽ അയാളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വന്നപ്പോൾ സുരേഷ് കുമാർ പണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു അനുഭവം ഓർത്തെടുക്കുകയും അതും ഇതുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. വെറുതെ ഓർത്തെടുക്കുകയായിരുന്നില്ല ശ്രീ ഉണ്ണികൃഷ്ണൻ. അത് മേനക എന്ന് പറയുന്ന നടി മലയാളത്തിന് വെറുതെ ഒരു ഓർക്കാനുള്ള നടിയല്ല. സുരേഷ് കുമാറിന്റെ പരാതി വെറുതെ ഉണ്ടായതല്ല. അദ്ദേഹം ഒരു പരാതിയായി ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു വേദിയിൽ പറഞ്ഞതാണ്. മറ്റൊരു പ്രമുഖ താരത്തിന് വലിയൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഇനിയെങ്കിലും കൃത്യമായി നടപടിയെടുത്ത് പോകേണ്ടതാണ് സിനിമയിലെ സംഘടനകൾ. മേനകയെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കാതെ എന്തിനാണ് ഇത്രയും വൈകാരികമായിട്ട് ഇതിനകത്ത് പ്രതികരിക്കുന്നത്? ഞങ്ങളൊക്കെയല്ലേ ഇതിനകത്ത് വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇതിന് കൃത്യമായിട്ടൊരു സംഘടനാ സംവിധാനമുണ്ട്, അതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ള ഡ്രൈവർമാരുണ്ട്. അവരാരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതിന്റെ അർത്ഥം സിനിമാ രംഗത്ത് അല്ലാത്തവരെ മുഴുവൻ സഹകരിപ്പിക്കുന്നു, മുഴുവൻ ആളുകളും ക്രിമിനലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. ഉണ്ടായത് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയ്ക്ക് ഉണ്ടായത് വലിയൊരു ദുരനുഭവമാണ്. അതിനകത്ത് ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന്റെ സത്യം പുറത്തു. ഇങ്ങനെ സംഘടനകൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഒരു സ്ത്രീ സുരക്ഷ ഒരു തൊഴിൽ മേഖലയിൽ. അവിടെ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവിടെ ഇടപെടേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ രംഗത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് സ്ത്രീ സുരക്ഷ ഒരുക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ സ്ത്രീകൾക്ക് അവർ ഉപയോഗിക്കുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കേണ്ട ഡേറ്റ കളക്ഷന്റെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അവിടെയാണ് നമ്മൾ വൈകാരികമായി ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നത്. ഞാൻ ഒന്നുകിൽ എന്നെ സംസാരിക്കാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം ഞാൻ മറുപടി പറയാം. ഏതെങ്കിലും ഒന്നേ ഇതിനകത്ത് സംഭവിക്കുകയുള്ളൂ. പറഞ്ഞോളൂ. അല്ല, താങ്കൾ തന്നെയാണ് സംഘടനയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറഞ്ഞത്. ഇപ്പൊ താങ്കൾ പറയുന്നു സംഘടനയ്ക്ക് മാത്രമല്ല മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നു. ആദ്യം താങ്കളുടെ ചോദ്യങ്ങളിലെ ശ്രീ ഉണ്ണികൃഷ്ണൻ, എന്റെ ചോദ്യത്തിലെ ഭാഷാപരമായ ശാസ്ത്രം ഇപ്പോൾ പഠിക്കേണ്ടതല്ല. പക്ഷെ ഞാൻ വൈകാരികമായി പറഞ്ഞത് മറ്റ് മാധ്യമ പ്രവർത്തകർക്കും വൈകാരികമായി ചോദിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിനിമാ രംഗത്ത് ഈ കാര്യത്തിൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടോ? അവിടെ കൃത്യമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംഘടനകൾ അങ്ങനെ കൃത്യമായി നോക്കിയിട്ടുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അതില്ലെങ്കിൽ അത് ഇനിയെങ്കിലും കൊണ്ടുവരേണ്ടതാണ്. ഞങ്ങളുടെ കയ്യിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരുടെ ഡാറ്റാബേസ് വളരെ കൃത്യമായിട്ടുണ്ട്.
എല്ലാ തവണയും ഒരു പ്രൊഡ്യൂസറിന് ഒരു പക്ഷേ ഈ സംഘടനയിലുള്ള ഡ്രൈവർമാരെ തന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റിയെന്നിരിക്കില്ല. അത് പ്രൊഡ്യൂസർ ആവാം, സംവിധായകനാവാം. പെട്ടെന്നായിരിക്കാം ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ട അറിവുള്ള ഒരു വണ്ടി വിളിക്കുന്നു. ആ വണ്ടി ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന യാദൃച്ഛികമായിട്ടുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ഏത് തരത്തിലുള്ള ഫിൽറ്ററിംഗ് ആണ് നടത്തേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഇനിയും ഞങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യും. അതിന് കൂടുതൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനവും വിനിമയ സംവിധാനവും കുറെ കൂടി ശക്തമാക്കുകയും ചെയ്യും. അതല്ലാതെ ഇതിനെ നമ്മൾ ഒരു സാമാന്യവൽക്കരണത്തിൽ ഒതുക്കിക്കൊണ്ട് ഇതിനകത്ത് മുഴുവൻ ക്രിമിനലുകളാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ തീർച്ചയായിട്ടും ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. സിനിമാ രംഗത്തുള്ള മുഴുവൻ പേരെയും ക്രിമിനലുകളായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം എന്റെ ഭാഗത്തില്ല. ചോദ്യങ്ങളെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി എല്ലാ സിനിമാ പ്രവർത്തകരും എന്നോട് ക്ഷമിക്കുക. പക്ഷേ സിനിമാ സംഘടനകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്, അത് ചെയ്തിട്ടുണ്ടോ എന്നത് മാത്രമാണ് ചോദിച്ചത്. അത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്. ശ്രീ സുരേഷ് കുമാർ അതിനകത്ത് എന്തോ ഒന്ന് കൂട്ടിച്ചേർക്കാൻ നേരത്തെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സിനിമയിൽ സംഘടനകളിൽ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഞങ്ങൾ തമ്മിൽ. അതായത് സിനിമയിലൊരു ഡ്രൈവേഴ്സിൻ്റെ യൂണിയൻ ഉണ്ട്. അതിൽ പ്രശ്നമായിട്ടുള്ള കുറേ പേരെ ഇപ്പം മാറ്റിയിട്ടുണ്ട്. അവിടെ സാധാരണ ഈ ഡ്രൈവേഴ്സ് എന്നൊക്കെ പറയുന്നത് എല്ലാവരുമായിട്ട് പേഴ്സണൽ ബന്ധമുള്ള ആൾക്കാരാണ്. വളരെയധികം പേഴ്സണൽ ബന്ധമുള്ള ആൾക്കാരാണ് ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അവരൊരു പ്രൊഡക്ഷൻ മാനേജറുടെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവരെയും ഇതിൻ്റെ അകത്ത് ഈ പൾസർ സുനിയും ഇപ്പോൾ പറഞ്ഞ ഈ മാർട്ടിനും ഒക്കെ ഇതിൻ്റെ അകത്ത് മെമ്പേഴ്സ് അല്ല എന്നാണ് എൻ്റെ അറിവ്. മാത്രമല്ല ഇവർ വെളിയിൽ നിൽക്കുന്നത്, ഇവർ ഓരോ ഇപ്പം ഒരാൾ ഈ പറഞ്ഞ ഈ സുനി എന്ന് പറഞ്ഞ ആൾ ഒരു പ്രൊഡ്യൂസറുടെയും 2 നടന്മാരുടെയും ഡ്രൈവറായിരുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ഇന്ന് രാവിലെ ഞാൻ അന്വേഷിച്ചതിൽ അതേസമയം അപ്പം അവരുടെയൊക്കെ അനുഭവത്തിൽ നിന്നാണ്, അവരൊക്കെ അനുഭവങ്ങൾ ഉണ്ടായതാണ് ഞാനുമായിട്ട് പങ്കുവെച്ചത്. അല്ലാതെ നമ്മൾ സിനിമാ രംഗത്ത് ഇതുവരെയും ഒരു പ്രൊഡക്ഷനിൽ ഒരു ഡ്രൈവർ ഒരു നടിയെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഇതുപോലെ അപമര്യാദയായിട്ട് പെരുമാറുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തതായിട്ട് അറിയില്ല. പക്ഷേ സിനിമാ സംഘടനകൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. ഇനി മേലാൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമാണ്. ഡോക്ടർ താര കല്യാൺ, ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് സിനിമാ രംഗത്തെ നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അവിടെ പണിയെടുക്കുന്ന എല്ലാവരും അവരവരുടെ വ്യക്തിത്വം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിൻ്റെ നേട്ടങ്ങൾ എല്ലാ തരത്തിലും എത്തിക്കുന്നവരാണ്. ഡോക്ടർ താര കല്യാൺ ഈ പറഞ്ഞതിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് ഇത് മലയാള സിനിമയിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഇന്ന് മാത്രം ഉണ്ടായതാണ്, ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത രീതിയിൽ ശ്രീ സുരേഷ് കുമാർ ആകെ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ്, അതല്ലാതെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സംഭവമാണോ? ഡ്രൈവർമാരെ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണോ സിനിമയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്കുള്ളത്? എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണിത്. നമ്മൾ ഒരുപാട് വിശ്വസിച്ചാണ് ഒരു സെറ്റിലേക്ക് പോകുന്നത്. അപ്പം ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ വരുന്ന ആർട്ടിസ്റ്റുകൾ സേഫായിട്ടും, പ്രത്യേകിച്ച് സ്ത്രീകൾ അവിടെ വർക്ക് കഴിഞ്ഞ് അവർ തിരിച്ചെത്തുന്നുണ്ടോ എന്ന് ഒന്ന് മോണിറ്റർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഒരു സെലിബ്രേറ്റഡ് ആർട്ടിസ്റ്റിന് ഇതാണ് അവസ്ഥയെങ്കിൽ അതിനേക്കാളും താഴെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണം. എപ്പോഴുമേ സ്ത്രീ ഒരു സുരക്ഷിതമായിട്ട് അവളെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. അത് അവളത് അർഹിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യകതയാണ് ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. അതുമല്ല, എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഇതുപോലെ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഒരാളെ വീണ്ടും ഇതുപോലെ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ലജ്ജാവകമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരാളെ വീണ്ടും എങ്ങനെ വിശ്വസിച്ച് ഇതുപോലൊരു സ്ത്രീയെ ഏൽപ്പിച്ച് വിടും എന്നുള്ളതാണ്. ഇന്ന് ഇത് ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വരാമെങ്കിൽ നാളെ ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റ് ഒക്കെ പറഞ്ഞാൽ എത്ര നേരം വർക്ക് കഴിഞ്ഞാലും വളരെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മൾ പരസ്പരം വിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ സുരക്ഷിതമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീ അവൾ കുറച്ചുകൂടെ അവളുടെ സുരക്ഷിതത്തിന് അവൾ സ്വന്തമായിട്ട് മുൻകൈ എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സ്ത്രീ എന്ന് പറയുന്ന ശക്തി ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ അവൾ വളരെ എന്താ പറയുക കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു കാലഘട്ടം തന്നെയാണിത്. വളരെ അൺഫോർച്ചുനേറ്റ് ആണ് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നത്. അതൊരു സിനിമാ മേഖലയിൽ വന്നത് കൊണ്ട് ആ മേഖലയിൽ മാത്രമാണ് അതുള്ളത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ലോകത്ത് എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് രാത്രിയാണെങ്കിലും അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും പകൽ സമയത്താണെങ്കിലും വീട്ടിലാണെങ്കിലും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് തന്നെയാണ്. അതല്ലെങ്കിൽ അതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വസ്തുത തന്നെ. തീർച്ചയായിട്ടും. ഡോക്ടർ താര കല്യാണിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമാ രംഗത്ത് മാത്രമാണ് ഈ പ്രശ്നമെന്ന് നമുക്കും അഭിപ്രായമില്ല. സ്ത്രീകൾ ഇതിനേക്കാൾ വളരെ പ്രശ്നങ്ങൾ നേരിടുന്നതാണ് മറ്റു മേഖലകളെല്ലാം തന്നെ. പക്ഷേ താരങ്ങൾക്ക് ഇങ്ങനെ
സംഭവിക്കുമ്പോൾ അത് അവിടെ ഒഴിവാക്കാൻ എന്ത് നടപടികൾ ഉണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണ് ഓരോ മേഖലയിലും അതാത് നടപടികളെക്കുറിച്ച് ഓരോരുത്തർ ശ്രദ്ധിച്ചു തുടങ്ങുക. ശ്രീമതി ടി ഉഷ, എനിക്ക് നേരത്തെ താരാ കല്യാണിൽ നിന്ന് കൃത്യമായി കിട്ടാതിരുന്നൊരു ഉത്തരം താങ്കൾക്ക് പറയാനുണ്ടോ എന്നുള്ളതാണ്. കൃത്യമായി സിനിമാ രംഗത്ത് ഈ പറഞ്ഞൊരു ദുരനുഭവം അല്ലാതെ ഈ സ്ത്രീക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ സിനിമയിൽ ഈ പറയുന്ന രീതിയിൽ ഇല്ലേ? സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ വലിയൊരു സത്യം ഇവിടെ കിടക്കുന്നത്, ഇത് ഈ പെൺകുട്ടി പേഴ്സണലായി വെച്ചിരിക്കുന്ന ഡ്രൈവറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, അടച്ച് ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വെച്ച ഡ്രൈവർ അല്ല. ഈ പെൺകുട്ടീൻ്റെ അടുത്ത് 3 മാസമായിട്ട് ഈ ഡ്രൈവർ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ 3 മാസമായിട്ടും സുനിൽ എന്ന് പറയുന്നവൻ ഈ ഡ്രൈവറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഇവളെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് എനിക്ക് ഇൻഫർമേഷൻ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ മാസങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കാണ് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ കാറ് വളരെ സ്ലോ ചെയ്ത് കൊട്ടിയം ഏതോ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഈ പുറകിൽ വരുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ചെറിയ വിധത്തിൽ ഒന്ന് ഒരച്ച് നിർത്തി അവരിറങ്ങി വന്ന് ഇതിനൊരു തർക്കമുണ്ടാക്കുന്ന സമയത്ത് രണ്ടുപേരും ഈ പെൺകുട്ടിയുടെ 2 വശത്ത് വന്ന് കയറിയിരുന്ന് അതിനുശേഷം ഡ്രൈവറിൻ്റെ അടുത്ത് ആജ്ഞാപിക്കും വിധത്തിൽ അവൻ ഭയന്ന് വണ്ടി എടുക്കുന്ന വിധത്തിലാണ് വണ്ടി എടുത്തതും അതിനുള്ളിൽ ഇത്രയും അക്രമം നടന്നതും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, പേഴ്സണലായിട്ട് ഡ്രൈവർമാരെ വെക്കുമ്പോൾ അവരെ ബാക്ക്ഗ്രൗണ്ട്, അവരാരായിരുന്നു, അവരെവിടുന്ന് വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കടമ ഓരോ പെണ്ണിനും ഉണ്ട്. ഇല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകണം. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. നമ്മൾ പെട്ടെന്നൊരു ഇതിൽ ഡ്രൈവർമാർ, അത് സിനിമാ ഡ്രൈവർ, ശരിക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ചർച്ച വെക്കാൻ. ഇതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പെൺകുട്ടിയുടെ പേഴ്സണൽ ഡ്രൈവറാണ് അതെന്നാണ്. ഈ പേഴ്സണൽ ഡ്രൈവറും സുനിലും തമ്മിൽ കഴിഞ്ഞ 1 മാസത്തിൽ മേലെ വളരെ ശക്തമായ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം. ഞാൻ ചിന്താ ജെറോമിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ താരാ കല്യാണിൽ നിന്ന് ഒരു കാര്യം കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രീമതി ടി ഉഷ പറഞ്ഞതുപോലെ ഒരു നടി സ്വന്തമായി വയ്ക്കുന്ന ഡ്രൈവറുടെ കാര്യങ്ങൾ നോക്കിയാൽ തീരുന്ന പ്രശ്നങ്ങൾ ആണോ സിനിമാ രംഗത്ത് ഈ പറയുന്ന യാത്രകൾ നടത്തുമ്പോൾ പലയിടത്തും പോയി താമസിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്നു? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചില മാധ്യമങ്ങളിൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് അറിയുന്നൊരു വാർത്ത കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആലപ്പുഴയിൽ സമാനമായൊരു സംഭവം ഇന്നലെ ഉണ്ടായിരിക്കുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ആലപ്പുഴയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഒരു മുറിയിൽ, നടിയുടെ മുറിയിലേക്ക് അവരുടെ അനുവാദമില്ലാതെ ആ ഹോട്ടൽ ബോയ് കടന്നു കയറിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ അവിടെ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ പലയിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നടി മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ ശ്രീമതി താരാ കല്യാൺ? മറ്റുള്ളവർക്ക് ആർക്കും ഉത്തരവാദിത്തം ഇല്ലേ? ഇത് ഇനിയും സിനിമ കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസർമാർ ഇരിക്കുമ്പോൾ പറയാതിരിക്കുക, സംവിധായകർ ഇരിക്കുമ്പോൾ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. അല്ല, ആ രീതിയിലല്ല അതിനെ പറയേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു ആ ലെവലിലോട്ട് എക്സ്പോസ്ഡ് ആയി പോകുന്നത് ഈ ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള താരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും പൊതുമധ്യത്തിൽ അധികം സംസാരിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ സിനിമ അല്ലെങ്കിൽ സീരിയലുമായി ബന്ധപ്പെട്ടുള്ള താരങ്ങളുമായി വരുമ്പോൾ മാത്രമാണത്. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല ഇത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ കുറച്ചുകൂടെ പവർഫുൾ ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഒരു ഡ്രൈവറുടെ ആവശ്യം? സ്വന്തമായിട്ട് ഒന്ന് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഒരാളുടെ ആവശ്യം വരുന്നില്ല. അതുപോലെ നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന ഈ ആയമാരോ അല്ലെങ്കിൽ നമ്മുടെ ടച്ച് അപ്പ് അസിസ്റ്റൻസോ ഒക്കെ ആകുമ്പോൾ ഇവരുടെ യാതൊരു ഡീറ്റെയിൽസും അറിയാതെ, ഒരു വിശ്വാസ്യതയും അറിയാതെ ഇവരെ നിർത്തുന്നത് മണ്ടത്തരമല്ലേ എന്ന് ചിന്തിക്കണം. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു സെക്യൂരിറ്റിയെ കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കും. അതുകൂടാതെ ആ നടിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് എല്ലായിടത്തും പോകാൻ സാധിക്കില്ല. ലൊക്കേഷനുകളിൽ നിന്ന് മാറുന്ന ലൊക്കേഷനിലേക്കൊക്കെ പോകാൻ സാധിക്കില്ല. താമസ സ്ഥലത്ത് നിന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താൻ സാധിക്കില്ല. അവിടെ ഡ്രൈവർമാർ വേണ്ടി നടികൾക്കും അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം
നടത്തുന്നവർക്ക് തന്നെയാണ്. അതിന്റെ 100% ഉത്തരവാദിത്വം ഈ സ്ത്രീകളുടെ മാത്രമല്ല, അവിടെ വരുന്ന കുട്ടികളുടെയും ബാക്കി ടെക്നീഷ്യൻസിന്റെയും ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഉത്തരവാദിത്വം ആ സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് തന്നെയാണ്. അത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു വിഷയം സിനിമയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രശ്നമല്ല. ഇത് സ്ത്രീ എവിടെ ചെന്നാലും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. രാത്രി റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങളില്ലേ? ജോലി ചെയ്യാൻ പോകുന്ന IT മേഖലയിലുള്ള പെണ്ണുങ്ങൾക്കില്ലേ? സാധാരണ ടാക്സിയിൽ സഞ്ചരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ? അപ്പൊ അത് നമ്മളൊരു മേഖലയെ മാത്രം അടിച്ച് ഇങ്ങനെ ഇവർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണ്, ഇവിടെ മാത്രമാണ് ക്രിമിനൽസ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ സ്ത്രീകളെ മാനിക്കാൻ, ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടത് പൊതുസമൂഹത്തെ പഠിപ്പിക്കണം. അത് മാത്രമല്ല, സ്ത്രീ പവർഫുൾ ആകണമെന്ന് അവൾ സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ അവൾ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, തീർച്ചയായിട്ടും ശ്രീമതിയല്ല, ചിന്താ ജെറോം. ചിന്താ ജെറോം, ഇപ്പോൾ താരാ കല്യാൺ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത മിക്കവാറും പേരുടെ മനസ്സിലുള്ളതും അതുതന്നെയാണ്. ഇത് സിനിമയിലെ മാത്രം പ്രശ്നമല്ല, സ്ത്രീ പലയിടത്തും നേരിടുന്ന പ്രശ്നമാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സ്ത്രീ ഡൽഹിയിൽ നടന്ന സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ത്യൻ സ്ത്രീ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് BBC തന്നെ ഡോക്യുമെന്ററി ഇറക്കിയത് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നമായി പറയുമ്പോൾ സർക്കാരുകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? സ്ത്രീകൾക്ക് വേണ്ടി കുറെ പണം നീക്കിവെക്കാൻ സാധിക്കും, കുറെ പദ്ധതികൾ നടപ്പിലാക്കാം, ബോധവൽക്കരണത്തിന്റെ കാര്യങ്ങൾ, കുറച്ചുകൂടി ശക്തമായ പോലീസ് സംവിധാനം, ഇതൊക്കെ ഒരുക്കാൻ സാധിക്കും. പക്ഷെ ആ ചർച്ചയിൽ നിന്ന് ഈ ചർച്ച വ്യത്യസ്തമാകുന്നത്, ഒരു താരത്തിന് ഈ പീഡനം ഉണ്ടാകേണ്ടി വന്നപ്പോൾ ആ രംഗത്ത് നിന്ന് തുടങ്ങാം. അവിടെ എന്ത് ഇതുവരെ നടന്നു, ഇനി എങ്ങനെയാണ് ആ രംഗത്ത് ഉള്ളവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, അവർ എന്ത് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ കുറ്റപ്പെടുത്താനല്ല, പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഈ ചർച്ച ഈ രംഗത്തിലേക്ക് ഒതുക്കി നിർത്തണമെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിന്താ ജെറോം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്, യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ. സർക്കാരിൻ്റെ നിലപാടുകളിലൂടെ, ഇപ്പോഴുള്ള നിയമങ്ങളിലൂടെ ഈ പ്രശ്നത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു? ആദ്യമായി തന്നെ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രീമതി താരാ കല്യാൺ സൂചിപ്പിച്ചതുപോലെ ഒരു സിനിമാ താരം ആയതുകൊണ്ടായിരിക്കാം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ അതിനെ നോക്കിക്കാണുന്നത് കേവലമായ ഒരു സിനിമാ താരത്തിന് സംഭവിച്ച അപകടം ആയിട്ടല്ല, മറിച്ച് ഒരു യുവതിക്ക്, ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള അനുഭവം തന്നെയാണ്. ഈ ഘട്ടത്തിൽ നാം ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം, എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ വീണ്ടും വീണ്ടും കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ള സാമൂഹിക അവസ്ഥ നാം തിരിച്ചറിയണം. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്ന ഘട്ടത്തിൽ ബഹുമാന്യനായ ശ്രീ G. സുരേഷ് കുമാർ സർ ഇവിടെ തുറന്നു പറഞ്ഞ ഒരു സംഭവം, എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ മറുപടിയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ, മലയാളം എക്കാലത്തും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രിയങ്കരിയായ നടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലേറ്റവും വലിയ വിരോധാഭാസം, ഇതേ പ്രതിയെക്കുറിച്ച് തന്നെ 5 വർഷം മുമ്പ് ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് പരാതി വളരെ ഉത്തരവാദിത്വപ്പെട്ട പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ സ്വന്തം ഭർത്താവായിട്ടുള്ള വ്യക്തി കൊടുത്തിട്ട് പോലും അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കുന്നതിനകത്ത് അലംഭാവം സംഭവിച്ചു എന്നുള്ളത് ഗൗരവത്തോടു കൂടി കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായും അന്ന് അദ്ദേഹത്തെ പിടിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അന്ന് അദ്ദേഹം ഈ മേഖലകൾക്കകത്ത് ഇടപെടുന്നത് വാൺ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ആളെ ഒരിക്കലും ഇതുപോലെ പ്രശസ്തയായ ഒരു നടി പേഴ്സണൽ ഡ്രൈവറായി വയ്ക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് സംഭവിച്ചു പോയ ഒരു വലിയ വീഴ്ച ഇപ്പോൾ മറ നീക്കി പുറത്തു വരികയാണ്. തീർച്ചയായും ഇത്തരം ഓരോ സംഭവങ്ങളും കേരളീയ സമൂഹത്തെ പഠിപ്പിക്കുന്നത് കേരളത്തിലെ സ്ത്രീകൾ അരക്ഷിതരായി ഇന്നും തുടരുന്നു എന്ന വസ്തുത തന്നെയാണ്. ശരി, ചിന്താ ജെറോമിലേക്ക് വരാം. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ തുടക്കത്തിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ ശക്തമായി തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സിനിമാ രംഗത്ത് നിന്ന് ചൂടായി തന്നെ കൃത്യമായി ഞങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് പ്രതികരിക്കാനുള്ള ആവേശമുള്ളത്, ഞങ്ങളത് ചെയ്യുന്നുണ്ട്, ഞങ്ങളത് ചെയ്യും എന്ന കൃത്യമായ മറുപടി വരികയും ചെയ്തു. ഒരു ചോദ്യം വരുന്നത്, എത്രമാത്രം ഗൗരവമായ നിരീക്ഷണങ്ങൾ നടത്താൻ പ്രാപ്തമാണ് സിനിമാ മേഖല എന്നുള്ളതാണ്. പല തരത്തിലുള്ള വ്യവസായങ്ങൾ ചെയ്യുന്നവർ ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും, പ്രൊഡക്ഷനിൽ വരും, മേഖലയിലൊക്കെ വരാം. അവരിൽ പലർക്കും പലതരം ബന്ധങ്ങളുണ്ടാകാം. വർഷങ്ങളായി പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ഡ്രൈവർമാർ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ മാത്രം നിരീക്ഷണം
ഒഴിച്ചു നിർത്തിയാൽ മതി, അവിടേക്ക് മാത്രം ഒതുക്കിയാൽ മതി എന്ന് കരുതുന്നുണ്ടോ ശ്രീ സുരേഷ് കുമാർ? ഇപ്പം ഈ പറഞ്ഞ പ്രതിയെക്കുറിച്ച് ഉള്ള സംഭവം എന്ന് വെച്ചാൽ അയാൾ പേഴ്സണൽ ആയിട്ടുള്ള ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തത്, അല്ലാതെ ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്തതായിട്ട് എനിക്കറിവില്ല. ഇന്ന് രാവിലെയാണ് ആ പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് പറയുന്നത് ഇതേ പ്രതിയാണ് അന്നിങ്ങനെ സംഭവിച്ച ഇതേ ആളെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ ആളാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ സിനിമയ്ക്കകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എടുത്തടിച്ച പോലെ നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർമാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനൊക്കില്ല. എന്ന് വെച്ചാൽ അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. രാവിലെ 4:30 മണിക്ക് ചായ കൊടുക്കുന്നത് പോലെ രാത്രി 12 മണി വരെ ജോലി ചെയ്തിട്ട് 3 മണിക്കൂറോ 4 മണിക്കൂറോ ഉറങ്ങിയിട്ട് വീണ്ടും വരുന്നവരാണ്. അവരൊന്നും ഈ രീതിയിലൊന്നും ബിഹേവ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അവരെ വിശ്വസിപ്പിക്കുക എന്ന് വെച്ചാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ആ അസോസിയേഷനിൽ കാണും, അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിൽ ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട്, ആ യൂണിയനിൽ കാണും. അതുപോലെ പ്രൊഡക്ഷൻ ബോയ്സ് ആണെങ്കിൽ കാണും, കുക്കാണെങ്കിൽ കാണും. എല്ലാവരുടെയും ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഓരോ യൂണിയൻ്റെയും പ്രത്യേകം ഉണ്ട്. അവരൊന്നും അല്ല ഇത് ചെയ്തിരിക്കുന്നത് വെളിയിലുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ അത് വെളിയിൽ ആൾക്കാർ ചെയ്യുമ്പോൾ ചീത്തപ്പേര് ശരിക്കും സിനിമയിൽ ഉള്ളവർക്കാണ് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതുവരെ നമ്മുടെ സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ ഈ ഡ്രൈവർമാർ എല്ലാവരെയും വളരെ സുരക്ഷിതമായിട്ടാണ്, എത്ര പാതിരാത്രിയാണെങ്കിലും എല്ലാവരും കാറിൽ കയറി എത്രയോ ദൂരങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിൽ പാതിരാത്രി സഞ്ചരിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ സുരക്ഷിതമായിട്ട് പോകുന്നത്. പക്ഷേ ഇതുപോലത്തെ ഗുണ്ടകൾ ഇത് ഗുണ്ടായുസമാണ്, അല്ലാതെ ഇവരൊന്നും ഡ്രൈവർമാരല്ല, ഇവർ ഗുണ്ടാപ്രവൃത്തി നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഗുണ്ടായുസം നടത്തുന്നവരെ പോലീസ് കണ്ടെത്തി പിടിക്കേണ്ടതാണ്. 5 കൊല്ലം മുമ്പ് ഒരു പരാതി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരു മറുപടി പോലും തരാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് സംഘടനകളിൽ ഈ ഫെഫ്ക പോലെയുള്ള സംഘടനകളിലും കൂടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം അവർക്കാണ് ഈ ഡ്രൈവർമാരെ നിയന്ത്രിക്കാൻ സാധിക്കുക. അല്ല, ഡ്രൈവേഴ്സ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇതിൽ പെട്ടിരിക്കുന്ന ഡ്രൈവേഴ്സ് ആരും ഡ്രൈവേഴ്സ് യൂണിയനിലുള്ളവരല്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് പേഴ്സണൽ ബന്ധമാണ്. എല്ലാവരെയും പേരെടുത്ത് നമുക്കറിയാം. ഓരോ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഈ ഡ്രൈവർമാരെ പേരെടുത്ത് അറിയാൻ പറ്റുന്നിടത്തോളം അടുപ്പമുള്ളവരാണ് അവിടെ വർക്ക് ചെയ്യുന്നവർ. പിന്നെ ചുരുക്കം ചിലർ കാണും, പക്ഷേ അവരാരും ഇങ്ങനെ കുഴപ്പക്കാരായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഈ സുരേഷ് കുമാർ പറയുന്നത് പോലെ ഈ ഡ്രൈവർമാരുടെയൊക്കെ കാര്യത്തിൽ പലതരം സെന്റിമെന്റ്സ് ഉണ്ടാകാം, അവർക്കും ഒക്കെ തൊഴിൽ വേണ്ടതാണ്, അസോസിയേഷനും ഒക്കെ പലതരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാലും വളരെ ഗൗരവമായി സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യാതെ ഇനി ചില നിയന്ത്രണങ്ങൾ വേണ്ടി വരും എന്ന് കരുതുന്നിടത്ത് ഡ്രൈവർമാരെ മാത്രം കണ്ടാൽ മതിയോ? സിനിമയിൽ തന്നെ മൊത്തത്തിലൊരു അച്ചടക്കത്തിന്റെ പുതിയ മേഖലകൾ വേണ്ടി വരുമോ? ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ സുരേഷ് കുമാർ, അതിന് താങ്കളുടെ മറുപടി. ഞാനത് തന്നെ പറഞ്ഞത്. ഇനിയും ഇപ്പം നമ്മൾ കൂടുതൽ ഇപ്പം ഞങ്ങളുടെ അസോസിയേഷനിൽ ഒരു പ്രൊഡ്യൂസർ രജിസ്റ്റർ ചെയ്യാൻ വരികയാണെങ്കിൽ ഞങ്ങൾ ആ പ്രൊഡ്യൂസറുടെ ഫുള്ള് ഐഡൻറ്റിറ്റി, ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ്, പാസ്പോർട്ടിൻ്റെ കോപ്പി എല്ലാം നമ്മൾ വാങ്ങിച്ചു വെച്ച് ഇതാരാണെന്ന് മനസ്സിലായതിനു ശേഷം മാത്രമാണ് നമ്മളൊരു പ്രോജക്റ്റിനുള്ള അനുമതി കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ എല്ലാ യൂണിയനിൽപ്പെട്ട ആൾക്കാർക്കും അവരുടേതായ ഐഡൻറ്റിറ്റിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുള്ള വളരെ സജീവമായിട്ടിരിക്കുന്ന ആരും ഇതുപോലുള്ള പ്രവൃത്തികൾ ഇടപെടാൻ വരത്തില്ല, അവർ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ അവരുടെ ഒരു ശ്രീ സുരേഷ് കുമാർ, അവിടെയാണ് എനിക്ക് വ്യത്യസ്തമായ ഒരു ചോദ്യം വരുന്നത്. എന്തായാലും ഇങ്ങനെ സംഭവിച്ചു, ഇതിനിപ്പോ ആ നടിയുടെ മാത്രം ഉത്തരവാദിത്തമായി അവർ വെച്ച ഡ്രൈവറുടെ കുഴപ്പമായി കണ്ട് ഒഴിയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഡ്രൈവർമാരെ വിളിച്ച് ഇങ്ങനെ മുന്നോട്ട് കാർ ഓടിച്ചു പോവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരും പോലീസും അല്ലേ നോക്കേണ്ടത് എന്ന് പറഞ്ഞ് സിനിമാ മേഖലയ്ക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ഏതോ ഒരു ചിത്രത്തിന് വേണ്ടി ഡബ്ബിങ്ങിന് വേണ്ടി വരുന്ന ഘട്ടത്തിൽ സിനിമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു നടി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ സിനിമയിൽ കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ പണിയെടുക്കുന്ന കാര്യത്തിൽ വേണ്ടിവരില്ലേ? അവിടെ രാത്രികാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചു വരുത്തപ്പെടുന്ന നടികൾക്ക് തൊഴിലിന് എത്തുമ്പോൾ അവർ എങ്ങനെ വരുന്നു എന്ന് ആ സിനിമയുമായി ബന്ധപ്പെട്ടവർ അത് അന്വേഷിക്കണ്ടേ? അതൊക്കെ ഇങ്ങനെ നടികളുടെയും മറ്റുള്ളവരുടെയും ഉത്തരവാദിത്തമായി കാണാൻ സാധിക്കുമോ? അതായത് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇതിനെക്കുറിച്ചൊരു പരിശോധന നമ്മൾ നടത്തേണ്ട കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുണ്ടാവാതിരിക്കാനുള്ള ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പറഞ്ഞ ഡ്രൈവർ, അദ്ദേഹത്തിനെ ആ ഡ്രൈവറിനെ നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇവരെ അതിൻ്റെ ആ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടതാണ്. അപ്പം
അങ്ങനെ പറഞ്ഞു വിട്ട ആളുടെ കൂടെ, ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു വിട്ട ആളുടെ കൂടെയാണ് സേഫായിട്ട് കയറി വന്നത്. പക്ഷേ അത് നേരത്തെ പ്ലാൻ ചെയ്തെന്നാണ് അറിഞ്ഞത്. എന്തായാലും നാളെ കൊണ്ടേ നമുക്കറിയാനൊക്കെ. ഇന്നും ആ പ്രതികളെയൊക്കെ പിടിക്കുന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ DGP ആയിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചാണ്. അദ്ദേഹം പറഞ്ഞ ഇന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. പക്ഷേ എന്തായാലും DGP എന്ന് പറഞ്ഞ ഒരു കാര്യം അങ്ങും ശ്രദ്ധിച്ചിട്ട് കാണും, ഈ സിനിമയിലുള്ള സംഘടനകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾ ആരും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പരിശോധിക്കും. ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കും എന്നുള്ളത് ഇനി യാതൊരു സംശയമില്ല. അതിനുള്ള ചർച്ചകളും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ, ഞങ്ങളിപ്പം 22-ാം തീയതി ഞങ്ങൾ മീറ്റിംഗ് ഉണ്ട്, അതിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശരി, ഞാൻ ടെലിഫോണിൽ ആണ് തൽക്കാലം ഇപ്പോൾ ശ്രീമതി KPSC ലളിത നമ്മളോടൊപ്പം തത്സമയം ചേർന്നിട്ടുണ്ട്. ശ്രീമതി KPSC ലളിത, നമ്മൾ ഈ സംഭവത്തിൽ ഇരയായ താരത്തിന്റെ പേര് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് ഞാൻ താങ്കളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ പുതുതായി വന്ന താരങ്ങൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷെ താങ്കൾക്ക് ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. സ്ത്രീകൾ സിനിമാ രംഗത്ത് ഈ പുതിയ കാലഘട്ടത്തിൽ പണിയെടുക്കുമ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള സുരക്ഷ കുറച്ചുകൂടി ഗൗരവമായി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ സംഭവത്തിലൂടെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സിനിമാ മേഖലയിൽ ഇതുവരയ്ക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഇതുവരയ്ക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും സിനിമാ മേഖലയിലുള്ള ആൾക്കാർ ഇതിന് വേണ്ടുന്ന നടപടി എടുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം കൂട്ടായ്മയോടുകൂടി തന്നെയാണ് ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് ആയാലും ഡബ്ബിംഗ് ആയാലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എന്നെ ഇവിടുന്ന് കാറിൽ കയറ്റി വിടുമ്പോഴത്തേക്കും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് അവർ കയറ്റി നമ്മളെ അയക്കുന്നത്. അതിൽ വഴിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു യാദർച്ഛ്യമായിട്ടുള്ള സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാക്കാരെ മൊത്തം അടച്ച് നമ്മൾ ആക്ഷേപിച്ചൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ശ്രീമതി KPSC ലളിത, അങ്ങനെ ഒരു അടച്ചാക്ഷേപമായി കാണണ്ട. പക്ഷേ പുതുതായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ അനിയത്തിമാർക്ക് വേണ്ടി, അവർ തന്നെ ഇപ്പോൾ ഈ സംഭവത്തിൽ ഉണ്ടായ ദുരന്തത്തിന് ആ ഡ്രൈവർ ഈ നടി പേഴ്സണലായി വെച്ച ഡ്രൈവറാണ് എന്ന് ഒരു അഭിപ്രായം വരുന്നുണ്ട്. അതുകൊണ്ട് ആ നടി കൂടുതൽ ശ്രദ്ധ ചെലുത്തണം, നടിക്ക് കുറച്ചുകൂടി ധൈര്യം വേണം, അവർ സ്വന്തമായി കാർ ഓടിക്കാൻ പഠിച്ചാലും കുഴപ്പമില്ല, ഡ്രൈവറെ വെക്കേണ്ടതില്ല എന്ന അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ സാധിക്കില്ലല്ലോ. ഈ വ്യവസായത്തിൽ കലയാണെങ്കിൽ കലയിൽ തന്നെ ഭാഗഭാക്കാകുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന, അതിന് പണമിറക്കുന്ന ആളുകൾ അവരെയും ആക്ഷേപിക്കുകയല്ല, അവർ കുറച്ചുകൂടി കരുതൽ ഇനിയെങ്കിലും ഉണ്ടാക്കണം. വണ്ടികൾ വിടുമ്പോഴും മറ്റ് സാങ്കേതികമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ നിയമിക്കുമ്പോഴും ഒക്കെ കുറച്ചുകൂടി സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുന്നതാണ്, അങ്ങനെ പറയേണ്ട അവസ്ഥയുണ്ടെങ്കിൽ. സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല എന്ന് നമുക്ക്, സിനിമാ ഫീൽഡിൽ സുരക്ഷ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരയ്ക്കും ഞാൻ തനിച്ചു പോയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ അച്ഛൻ കൂടെ വരാറുണ്ട്. നമ്മളെ ഇവിടുന്ന് ഇപ്പോൾ മദ്രാസിൽ പോകേണ്ട ഒരു സന്ദർഭമാണെന്നൊരിൽ അവർ വളരെ കെയർ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മളെ ഇവിടുന്ന് കയറ്റി അയക്കുന്നത് വരയ്ക്കും പ്രൊഡക്ഷൻ മാനേജർ നമ്മുടെ കൂടെ നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിലും പ്രൊഡക്ഷൻ മാനേജരും വണ്ടിയും നമുക്ക് കൂടെ ഉണ്ടാവും. വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് സിനിമാ ഫീൽഡിൽ നിന്ന് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്, കൊണ്ടുവരുന്നതും നമുക്ക് റൂം എടുത്ത് തരുന്നതും നമ്മളെ വളരെയധികം സുരക്ഷിതമായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. നമ്മൾ അല്ലെന്ന് ഒരിക്കലും താങ്കളെപ്പോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിന് ഉണ്ടാകുന്ന അതേ പരിഗണന പുതുതായി വന്നവർക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇത് എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കും അങ്ങനെ ഒരു നയമുള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എവിടെയൊക്കെയോ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്ത്രീയെ ദോഷകരമായി ബാധിക്കുമെന്ന് താങ്കൾക്ക് അനുഭവങ്ങൾ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഡ്രൈവിങ് പഠിച്ച് നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിലും വഴിയിൽ ഒരാൾ തടഞ്ഞു നിർത്തിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം എന്ന് വേണം കരുതാനായിട്ട്. അത് നമുക്ക് പോകാൻ പറ്റില്ല.
എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഒരു പിന്നെ ഡ്രൈവർ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഈ പോയ ആർട്ടിസ്റ്റിൻ്റെ കൂട്ടത്തിലാണെങ്കിലും അവർക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ഈ അയച്ച പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് ഇപ്പം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പാലക്കാടിന്, എറണാകുളത്തു നിന്ന് പാലക്കാട്ടേക്ക് ഞാൻ ഒരു 10 ദിവസം മുമ്പ് പോയി. രാത്രി 9 മണിക്ക് ശേഷമാണ് ഞാൻ പോയത്. നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് എന്താ ഈ ഡ്രൈവർ എന്താ ചെയ്യാൻ പോണത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് ഉദ്ദേശത്തിലാണ് അത് ചെയ്തത് എന്നും നമുക്കറിയില്ലല്ലോ. വ്യക്തമാണ് ശ്രീമതി KPS ലളിത പറഞ്ഞത്. ചിന്താ ജെറോം, ഞാൻ അതാണ് മറ്റൊരു രീതിയിൽ ചോദിച്ചത്. ഇപ്പോൾ ശ്രീമതി KPS ലളിത പറഞ്ഞത് വളരെ വ്യക്തമാണ്. നേരിട്ട് അവർക്ക് ഒരു അനുഭവവുമില്ല, മോശപ്പെട്ട ഒരു കാര്യവും അവർ കുടുംബം പോലെ കാണുന്ന, തറവാട് പോലെ കാണുന്ന സിനിമാ രംഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും അവർക്കാർക്കും സാധിക്കില്ല. നമുക്കും അറിയാവുന്ന സിനിമാ മേഖലയിലുള്ള ആരും അത്തരക്കാരുമല്ല. പക്ഷേ ചിന്താ ജെറോം, ഈ പറയുന്ന ആളുകൾ ഏറ്റവും അവസാനം KPS ലളിത പറഞ്ഞതുപോലെ ഈ 9 മണിക്ക് ശേഷം പാലക്കാട്ടേക്ക് കൊണ്ടുപോയ ഡ്രൈവറുടെ മനസ്സിൽ എന്താണ്, ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായാൽ അതിന് ആരെയാണ് പഴിക്കേണ്ടത്? അങ്ങനെ ഒരു അനുഭവം ഇവിടെ ഒരാൾക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് ആ നടി തന്നെയാണ് എന്ന് പറയുമ്പോൾ സിനിമാ രംഗത്തുള്ളവർ ശ്രദ്ധിക്കേണ്ടതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ ശ്രദ്ധയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ചോദ്യം സർക്കാരിലേക്കും വരും, പോലീസിലേക്കും വരും. സ്ത്രീ സുരക്ഷ ഒരുക്കുന്നതിൽ പൊതുനിരത്തിൽ എന്തുകൊണ്ട് കൃത്യമായ ജാഗ്രത പാലിച്ചില്ല എന്ന്. അല്ല, ലളിത ചേച്ചി ഇവിടെ സൂചിപ്പിച്ച കാര്യം അവരുടെ ദീർഘകാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സംഭവം ഉണ്ടായതിന്റെ ഭാഗമായി ഒരു മേഖല ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടതില്ല എന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള അഭിപ്രായം. ഇവിടെ ഇപ്പോൾ നടന്ന സംഭവം ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. അതിൽ പോലീസിന്റെ ഭാഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ DGP തന്നെ പറഞ്ഞിട്ടുണ്ട്. നോർത്ത് സോൺ ക്രൈംബ്രാഞ്ച് IG ശ്രീ ദിനേശ് കശ്യപിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. നമുക്കറിയാം, ജിഷ ഒറ്റമുറി വീട്ടിനകത്ത് വെച്ച് ഭീകരമായ പീഡനത്തിന് ഇരയായ സമയത്ത് പ്രതിയെ പിടിക്കാൻ എത്ര നാൾ എടുത്തു എന്നുള്ള സംഭവവും കേരളം കണ്ടതാണ്. ഇപ്പോൾ 7-ൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് പറയുന്നു. 4-ലധികം പ്രതികളെ തിരിച്ചറിഞ്ഞു. ഒരു പ്രതിയെ ഇതിനകം തന്നെ പിടിച്ചിരിക്കുകയാണ്. IG ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ അവരുടെ കൂടി ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ബഹുമാന്യനായ ശ്രീ DGP ഉൾപ്പെടെയുള്ളവരെ, സിനിമാ പ്രവർത്തകർ, ശ്രീ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു. ആ ഘട്ടത്തിൽ റൂറൽ പോലീസ് നേതൃത്വവും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും കൂടി ചേർന്നുള്ള അന്വേഷണ സംഘമാണ് നടത്തുന്നത്. ഞങ്ങൾ കൂടി അന്വേഷിച്ച ഘട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, നെടുമ്പാശ്ശേരി സ്റ്റേഷനിൽ ക്രൈം നമ്പർ 297/2017 എന്നതിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും വളരെ ദ്രുതഗതിയിൽ തന്നെ അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ്. അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, ശ്രീ ലാൽ സർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, സ്ത്രീകൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ പീഡനങ്ങൾക്ക് ഇരയാകുന്നു എന്ന വിഷയം തന്നെയാണ്. ഒരുപക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ ചർച്ചകൾക്ക് ഇതേ വേദിയിൽ ഇതേ വിഷയത്തിൽ, സമാനമായ വിഷയത്തിൽ പേരുകൾക്ക് മാത്രം മാറ്റം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീകൾ പ്രവർത്തിച്ച മേഖലയ്ക്ക് മാത്രം മാറ്റം സംഭവിക്കുന്നു. പക്ഷേ സ്ത്രീ പീഡനങ്ങൾ തുടർക്കഥയായി വരുന്നു. ശരിയാണ് ചിന്താ ജെറോം, ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഓരോ ഘട്ടത്തിലും സംഭവിക്കുന്ന സംഭവങ്ങളോട് ഓരോ സ്ഥാപനങ്ങളും സർക്കാരും എന്ത് സമീപനം എടുക്കുന്നു എന്ന് കാണുമ്പോഴാണ് പിന്നീട് അങ്ങോട്ട് സ്ത്രീക്ക് വലിയ സുരക്ഷയുടെ കളങ്ങൾ ഒരുങ്ങുക. അങ്ങനെ ഈ പർട്ടിക്കുലർ സംഭവത്തിൽ യൂത്ത് കമ്മീഷൻ എന്തെങ്കിലും കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? തീർച്ചയായിട്ടും ഒരു യുവതിക്കാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ യുവതി എന്ന് പറയുമ്പോൾ കേരളത്തിൽ വളരെയധികം പൊതുമേഖലയ്ക്കകത്ത് വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഓരോ പ്രവൃത്തിയും കേരളം വളരെ കൃത്യതയോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവർ പൊതുമേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്ന പെൺകുട്ടി. സ്വന്തം ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് തൊഴിലിടത്തു നിന്നും തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ആ പെൺകുട്ടിക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ മേഖലയ്ക്കകത്ത് പൊതുവെ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്ക് പ്രശ്നം നേരിടുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന യുവജന കമ്മീഷൻ കൃത്യമായി പഠിക്കാൻ തയ്യാറാകും. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക സംഭവത്തിനകത്ത് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ തുടർന്നും ഇതിന്റെ ഓരോ ചലനങ്ങളും വളരെ കൃത്യതയോടുകൂടി വീക്ഷിക്കുവാനും അതിനകത്ത് ഇടപെടുവാനും യുവജന കമ്മീഷൻ ശ്രമിക്കുന്നതാണ്. ഈ പ്രത്യേക പീഡനം അനുഭവിച്ച താരത്തിനെ വനിതാ കമ്മീഷൻ സന്ദർശിക്കുന്നുണ്ടോ? യുവജന കമ്മീഷൻ ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അവരുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു
വ്യക്തിയുടെ, മറ്റൊരു താരത്തിന്റെ വീട്ടിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. വളരെ ഭീകരമായ മാനസിക പീഡനം ഏറ്റുവാങ്ങിയ ശേഷം ഒരുപക്ഷെ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെയൊക്കെ ഇരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അവരുമായി അടുത്തു നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അവർ മാനസികമായി ഈ സമയത്ത് നമ്മളെപ്പോലെ വ്യക്തിപരമായി പരിചയമില്ലാത്ത ആളുകൾ ചെല്ലുന്നതിനപ്പുറം അവർക്ക് കൂടുതൽ ആശ്വാസം ലഭിക്കുന്നത് അവരുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ ഒപ്പമുള്ളതായിരിക്കാം. അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് അവർ മാനസികമായി കൂടുതൽ ധൈര്യം കൈവരുന്ന ഘട്ടത്തിൽ അവരെ കാണുവാൻ, അതിന്റെ അവസ്ഥ അവർക്ക് കൂടി തൃപ്തികരമാകുന്ന ഒരു ഘട്ടത്തിൽ അവരെ കാണുന്നതിനായി ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഈ ഘട്ടത്തിൽ ഞാനൊരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ എങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരം പീഡനങ്ങളെയും പൊതുസമൂഹത്തിന്റെ ഇടപെടലുകളെയും കാണുന്നത്, സെലിബ്രിറ്റികൾക്ക് നേരെ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന് ഒരു പ്രത്യേക ആനന്ദം ഉണ്ടോ? പൊതുസമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയല്ല, ആർക്കെങ്കിലും അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഈ സിനിമാ താരങ്ങളെയും സിനിമാ സമൂഹത്തെയും ബാധിക്കുന്നത്? ഡോക്ടർ താരാ കല്യാൺ, ഇപ്പോ ഇത് സിനിമാ മേഖലയെ മുഴുവൻ നാണം കെടുത്തുന്ന രീതിയിലേക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് ഒരാളുടെ മാത്രം ഒരു പ്രശ്നമാണ്, ഞരമ്പ് രോഗമാണ്. ഈ പറഞ്ഞ പൾസർ സുനി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന്റെ, അത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച പോലും ചെയ്യേണ്ടി വന്നത്. ഈ മേഖലയെ മുഴുവൻ നമുക്ക് അടച്ചാക്ഷേപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ സെലിബ്രിറ്റികൾക്ക് നേരെ, സിനിമാ താരങ്ങൾക്ക് നേരെ, സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് നേരെ, അല്ലെങ്കിൽ TV താരങ്ങൾക്ക് നേരെ ഒക്കെ ഉണ്ടാകുന്ന അറ്റാക്ക്, ആക്രമണം, സൈബർ മേഖലയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ആക്രമണമൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പലരും അതിന്റെ ഇരകളായി മാറിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ശ്രീമതി താരാ കല്യാണിനും അങ്ങനെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള പീഡനങ്ങളിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരെ പോലും മുളയിലെ നുള്ളേണ്ടതാണ് എന്നാണോ ഇപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് നമ്മളൊരു സെലിബ്രിറ്റി ആകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഇല്ല എന്ന് പറയുന്നതിനോടൊരു ശരിയില്ലല്ലോ. നമ്മളൊരു സാധാരണക്കാർ തന്നെയാണ്. നമ്മൾ അഭിനയിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അഭിനേതാവാകുന്നത്. അല്ലാത്തപ്പോൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽപ്പെടുന്ന ഒരാളാണ് ഞാനും കൂടി. എങ്കിലും എന്നെ സ്പെയർ ചെയ്തിട്ടില്ല ഒരുപാട് രീതിയിൽ, പല രീതിയിൽ മാനസികമായ പ്രയാസങ്ങൾ എനിക്ക് തരാൻ ഇത്തരം ക്ഷുദ്ര ജീവികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു ഇതൊരു ഒരുതരം പെർവേർഷനാണ്. ഒരു മെജോറിറ്റി വളരെ നല്ല ആൾക്കാരാണ്, പക്ഷെ ഒരു മൈനോറിറ്റിയാണ് വളരെ മോശമായി ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ. പക്ഷെ ഇവരാണ് അധികവും പുറത്തു വരുന്നത്. എന്നാൽ ഈ മെജോറിറ്റി വളരെ സൈലന്റ് ആണ്. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ഈ വളരെ നല്ലവരായിട്ടുള്ള ആൾക്കാർ മ്യൂട്ട് ആവാതെ കുറച്ചുകൂടെ അവരുടെ ആ പ്രൊട്ടസ്റ്റ് പറയുവാൻ, എവിടെ പ്രതികരിക്കണോ, എവിടെ സംസാരിക്കണോ, എവിടെ എഴുന്നേറ്റ് നിൽക്കണോ, എവിടെ ശബ്ദിക്കണോ എന്ന് അത് ചെയ്യാതെ വളരെ നിസ്സംഗത പാലിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മൈനോറിറ്റി, ഈ വൃത്തികെട്ട ഒരു സർക്കിൾ എന്ന് പറയുന്ന ഈ മൈനോറിറ്റി അധികവും സംസാരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡും ഞാനുമായിട്ടുള്ള ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലാക്കിയത് വേറെ രീതിയിലൊക്കെ ആൾക്കാരുണ്ടാക്കിയ, പലർക്കും അറിയില്ല അതെൻ്റെ ഹസ്ബൻഡ് ആണെന്ന്. അതെൻ്റെ ഹസ്ബൻഡ് വാലന്റൈൻസ് ഡേക്ക് ഇട്ടൊരു ഫോട്ടോയുടെ പ്രശ്നമായിരുന്നു. അതൊരു ഞരമ്പ് രോഗിയുടെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. പലർക്കും ഒരു സെലിബ്രിറ്റി ഇച്ചിരി സന്തോഷമായിട്ടോ ഒരു കുടുംബമായിട്ടൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ ചെറുതായിട്ട് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി KPSC ലളിത, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് പുതുതായി ഈ ടെലിവിഷൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നവർക്കാണ്. അവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അവർ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണോ, അതോ പൊതുവായി അതിനൊരു നിലപാട് എടുക്കണം, നിയമപരമായ ഇടപെടലുകൾ വേണം എന്ന് KPSC ലളിത കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമപരമായിട്ട് അതിന് ഇടപെടലുകൾ ഉണ്ടാവണം. അവർ മാത്രം വിചാരിച്ചാൽ ശരിയാവത്തില്ല. കാരണം കൊച്ചു കുട്ടികളാണ് അവർക്കൊന്നും അറിയില്ല. അവർക്കിപ്പം എന്താ ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ എന്താ ഇറങ്ങി നടന്നാലെന്നുള്ളത് അത്രയേ ചിന്തിക്കുന്നുള്ളൂ. അവർ കൂടുതലായിട്ടിപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്ന മാതിരിയുള്ള ഒരു രീതിയിലുള്ള ഒരു രീതിയല്ല ഇന്ന് കുഞ്ഞുങ്ങൾ നടക്കുന്നത്. വളരെ ഫ്രീ ആയിട്ട് അവർക്ക് എല്ലാവരും ഒരേപോലെ, എല്ലാവരും ഇപ്പോൾ സഹോദരനാണെങ്കിലും അച്ഛനാണെങ്കിലും വേറെ ഫ്രണ്ടാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഒരേ മാതിരിയുള്ള പെരുമാറ്റം, യാതൊരു കളങ്കവും ഇല്ലാത്ത രീതിയിലാണ് ആ കുഞ്ഞുങ്ങൾ പെരുമാറുന്നത്. പക്ഷേ അത് മുതലെടുക്കുന്നു ഇപ്പം ഉള്ള കുറേ ആൾക്കാർ. അപ്പോൾ അതിനൊരു നിയന്ത്രണം വേണം എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ മറ്റ് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊരു സുരക്ഷിതത്വം
നമുക്ക് ഏത് രാത്രിയിൽ ഇറങ്ങി നടക്കാനും ഉള്ള ഒരു സുരക്ഷിതത്വം നമ്മുടെ റോഡിനും നമ്മുടെ മറ്റ് മേഖലയ്ക്കും ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. ശ്രീമതി KPS ലളിത, ഇപ്പോ രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത്. പക്ഷെ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പകല് പോലും റോഡിൽ കൂടി ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. നേരത്തെ ഡോക്ടർ താര കല്യാൺ സൂചിപ്പിച്ചത് അത്തരം അനുഭവങ്ങളുടെ കൂടി കഥയാണ്. അതെ, പകല് അതിപ്പോൾ ഇന്നല്ല, എന്നും അങ്ങനെ തന്നെയാണ്. ഒരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇത് ഇത്രയൊന്നും അല്ലായിരുന്നു. പണ്ട് ശാരദ, ഷീല ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കും തിരക്കുമായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് കാരണം ഷൂട്ടിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് പുറത്ത് ഔട്ട്ഡോറിലൊക്കെ ഇപ്പം എല്ലാ സ്ഥലത്തും ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാൻ ആൾക്കാർക്ക് കൂടുതൽ ഇതുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പം പണ്ടുണ്ടായിരുന്ന അത്രയും ഒരു താരത്തിനോടുള്ള ഒരു ആരാധന ഇന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇഷ്ടം പോലെ നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കും, നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. പണ്ട് ഇത്രയും കൂടെ ഇറങ്ങി നടക്കത്തൊന്നുമില്ലായിരുന്നു. എന്നിട്ട് പോലും നല്ല ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. ഇന്നത് കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. ശ്രീ സുരേഷ് കുമാർ, താങ്കൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് പറയാൻ സാധിക്കുമോ? അതായത് പഴയ കാലഘട്ടത്തിലെ താരങ്ങൾ പോലെ അല്ല ഇന്നിപ്പോൾ താരങ്ങൾ ഏതാണ്, സാധാരണ നടക്കുന്ന ആളുകൾ ഏതാണെന്ന് ഇപ്പോൾ KPS ലളിത സൂചിപ്പിച്ചതുപോലെ ഒരു സംശയം ഉണ്ടാകുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ താരങ്ങൾ ആയിട്ടുള്ള പുതിയ ആളുകളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാനും അവരെ പെട്ടെന്ന് കുഴിയിൽ ചാടിക്കാനും ഈ രംഗത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഗൂഢാലോചന നടത്തി വരുന്നവർക്ക് സാധിക്കുന്നുണ്ട്. അവിടെ എന്ത് തരം സുരക്ഷയാണ് പുതുതായി ഒരുക്കേണ്ടി വരിക? അല്ല, പഴയ ആൾക്കാർക്ക് അങ്ങനെ അവരൊക്കെ സുരക്ഷിതരായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇന്നാണ് എനിക്ക് തോന്നുന്നു സുരക്ഷ കുറവാണെന്ന് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒത്തിരി സ്ഥലത്ത് ഇപ്പോൾ കുട്ടികളൊക്കെ വളരെ ഫോർവേഡായി, മോഡേണായി, അവർ എല്ലാവരുമായിട്ട് ഇടപഴകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പണ്ട് ചേച്ചി പറഞ്ഞ പോലെ പണ്ട് ഷീലാമ്മയും ശാരദാമ്മയൊക്കെ അഭിനയിച്ചിരുന്ന സമയത്ത് അവർക്കൊരു ഇതുപോലത്തെ മോഡേണിറ്റി അല്ല. അന്ന് അവർ ഈ ആളുകൾ കാണാൻ തിരക്കി അത് കഴിഞ്ഞ് കണ്ടു, അവർ വേറെ കാറ് കയറിപ്പോയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് മൊബൈലും ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് ഇവരെയൊക്കെ ഫോട്ടോ എടുക്കുക, ഫോട്ടോ വളരെ മോശമായ രീതിയിൽ ആക്കി ഇതിൽ നെറ്റിലിടുക, ഇതൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒത്തിരി മോശമായ രീതിയിൽ ചെയ്യുന്ന, നേരത്തെ താര പറഞ്ഞ പോലെ അവർ കുറേ ഞരമ്പ് രോഗികൾ ഇവിടെ ഈ രാജ്യത്ത് ഉണ്ട്. ഇതൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കാൻ, അതായത് സിനിമാ നടി എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെയാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെ വളരെ ജാഗ്രത പുലർത്തേണ്ടത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ നിയമവും കാര്യങ്ങളും ഒക്കെയാണ്. ശ്രീ സുരേഷ് കുമാർ, ഒരുപക്ഷെ താങ്കൾ 5 വർഷം മുമ്പ് കൊടുത്ത പരാതി പോലെ അല്ല ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ 24 മണിക്കൂറിനകം പ്രതികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരാളെ പിടികൂടി, 4 പേർ എവിടെയാണെന്ന് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ ഉടനെ പിടിയിലാകുമെന്നൊരു സൂചന ഉണ്ട്. ജാഗ്രതയോടുകൂടി സർക്കാരും പോലീസും മാധ്യമങ്ങളും നിങ്ങൾ ഉൾപ്പെടുന്ന സിനിമാ ലോകവും ഉണ്ട് എന്നുള്ളത് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി താങ്കളുടെ 5 വർഷം മുമ്പുള്ള അനുഭവത്തിൽ നിന്ന് അല്ല. 5 വർഷം മുമ്പുള്ള അനുഭവം അങ്ങനെന്ന് വെച്ചാൽ അന്ന് നമുക്കിതിലൊന്നും ഒരു കാര്യവും സംഭവിക്കാത്തതുകൊണ്ട് ഇത് കൊണ്ട് അവനെ പിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുകൊണ്ട് നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ഞങ്ങളെല്ലാം അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ കൂടെ പോയാണ് കംപ്ലയിൻറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രതികരണവും ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. 2 പ്രാവശ്യം പോലീസിനെ വിളിച്ചിട്ട് അവനെ കിട്ടുന്നില്ല, ഫോണിൽ കിട്ടുന്നില്ല, അല്ല അവൻ്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ചാണ്, ആൾ സ്ഥലത്തില്ല, ഒളിച്ചു പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും പിന്നെ ഞങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യമാക്കാൻ പോയില്ല. ശരി, ഇനി ഒരു വലിയൊരു പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ച് വിട്ടതാണ്. അല്ലെങ്കിൽ അന്ന് നമ്മൾ മുഖ്യമന്ത്രി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അന്ന് ഇത് ക്ലീനായിട്ട് അന്നും അന്വേഷിച്ച് നടപടി എടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിനെ ഒന്നും കുറ്റം പറയാൻ ഒക്കില്ല, ഇക്കാര്യത്തിൽ ആരെയും കുറ്റം പറയാൻ ഒക്കില്ല, പോലീസിനെയും കുറ്റം പറയാൻ ഒക്കില്ല. ഇതുപോലുള്ള ഞരമ്പ് രോഗികളും അല്ലാത്ത ആൾക്കാരും ഇതുപോലുള്ള ഗുണ്ടായുസം കാണിക്കുന്നവരും ഈ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അവരെ എങ്ങനെ വലവീശി പിടിക്കാം എന്നുള്ളത്, അവരിത് ചെയ്യാതിരിക്കാനുള്ള നടപടി എടുക്കാനുള്ള കാര്യങ്ങളാണ് പോലീസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റുന്നത് ഇവിടെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, അതാത് മേഖലയിലുള്ളവർ സ്വയം ഈ കാര്യങ്ങളെക്കുറിച്ചുകൂടി മനസ്സിലാക്കി അന്വേഷണം നടത്തി, സർക്കാർ അന്വേഷിച്ചില്ലെങ്കിലും അവരെങ്കിലും അവരുടെ മേഖലയിലുള്ളവരെ കുറിച്ചെങ്കിലും അന്വേഷിച്ച് കൃത്യമായ നിലപാടുകൾ എടുത്തും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് സിനിമാ മേഖലയ്ക്ക് മാത്രം വരുന്ന ഒരു നിർദ്ദേശമായിട്ടല്ല, അഭിപ്രായം ആയിട്ടാണ് കാണേണ്ടത്. ഇത് എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി സമൂഹത്തിന് ബാധ്യതയുണ്ട്. അതിനെ സഹായിക്കാൻ സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഒരുങ്ങേണ്ടതുമാണ്.
വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജി സുരേഷ് കുമാർ, ശ്രീമതി KPSC ലളിത, ഡോക്ടർ താര കല്യാൺ, ശ്രീമതി TT ഉഷ, ശ്രീ B ഉണ്ണികൃഷ്ണൻ, ഒപ്പം ചിന്താ ജെറോം.